നമസ്കാരം. ഏസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896. ആദ്യ വേദി ഗ്രീസിലെ ഏഥൻസ്. 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചെങ്കിലും 1896 ഏഥൻസ് ഒളിമ്പിക്സിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നില്ല. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. എന്നുവെച്ചാൽ രണ്ടാമത്തെ ഒളിമ്പിക്സിൽ. 1900 പാരീസിൽ വെച്ച് നടന്ന 1900 പാരീസ് ഒളിമ്പിക്സിലാണ് വനിതകൾ ആദ്യമായി പങ്കെടുത്തതും. ആ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത്. ഇന്ത്യ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ഓർക്കണം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് നോർമൻ പ്രിച്ചാർഡ് എന്ന വ്യക്തിയാണ്. നോർമൻ പ്രിച്ചാർഡ്. അദ്ദേഹം നേടിയത് 2 മെഡലുകൾ, 2 സിൽവർ മെഡലുകൾ. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി എന്ന് വെച്ചാൽ 1947 ശേഷം, ബ്രിട്ടീഷ് ഇന്ത്യ എന്നല്ല മനസ്സിലാക്കേണ്ടത്, 1947 സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ, വ്യക്തിഗത മെഡൽ നേടിയത് KD ജാദവ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ നേടിയത് KD ജാദവ്. അദ്ദേഹം 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കാം, ഹെൽസിങ്കി ഫിൻലാൻഡിലാണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഇദ്ദേഹം നേടിയ നേട്ടം വെങ്കല മെഡൽ, ബ്രോൺസ് മെഡൽ. ഇദ്ദേഹം പങ്കെടുത്ത ഐറ്റം ഗുസ്തിയാണ്. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ടൊരു വ്യക്തിഗത മെഡൽ നേടിയത് KD ജാദവ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഐറ്റം ഗുസ്തിയായിരുന്നു, മെഡൽ വെങ്കല മെഡലാണ്. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് കർണ മല്ലേശ്വരി. ആന്ധ്രാപ്രദേശുകാരിയാണ് ആര്? കർണ മല്ലേശ്വരി. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ വനിത കർണ മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ, സിഡ്നി ഓസ്ട്രേലിയ, അന്ന് ഇവർ നേടിയ നേട്ടം വെങ്കല മെഡലാണ്. എന്ന് 2000 സിഡ്നി ഒളിമ്പിക്സ് നേടിയ നേട്ടം വെങ്കല മെഡൽ. ഇനി ഇവരുടെ ഐറ്റം ഭാരദ്വഹനം, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇനി കർണ മല്ലേശ്വരിയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. 1994-95 ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം, കൂടാതെ 1994 അർജുന പുരസ്കാര ജേതാവ്. 1999 ഇവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കായിക താരത്തെക്കുറിച്ച് പഠിക്കാം. ഒളിമ്പിക്സിൽ വ്യക്തിഗത വെള്ളി മെഡൽ നേടിയ, സിൽവർ മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. 2004 ഏഥൻസ്, ഗ്രീസ്, ഏഥൻസ് ഒളിമ്പിക്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നേട്ടം. അപ്പോൾ എന്താണ് ചോദ്യം? ഒളിമ്പിക്സിൽ വ്യക്തിഗത സിൽവർ മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് എന്ന് 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ. ഇദ്ദേഹത്തിൻ്റെ ഐറ്റം ഇവിടെ കാണാൻ സാധിക്കും, ഷൂട്ടിംഗ്. കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. കായിക മന്ത്രിയായ ആദ്യത്തെ കായിക താരം എന്ന പ്രത്യേകതയാണ് ആർക്കുള്ളത്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് ഉള്ളത്. ഇനി മറ്റൊരു ചോദ്യം. വ്യക്തിഗത സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. വ്യക്തിഗത സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഈ നേട്ടം. ബീജിംഗ്, ചൈന. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഐറ്റം ഇവിടെ കാണാൻ സാധിക്കും, ഷൂട്ടിംഗ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഈ നേട്ടം, ഐറ്റം ഷൂട്ടിംഗ്. ഇനി ടെന്നീസിൽ ഒരു വ്യക്തിഗത മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ ലിയാൻഡർ പേസ്. അദ്ദേഹത്തിൻ്റെ നേട്ടം 1996 അറ്റ്ലാന്റ, ജോർജിയ, US ഒളിമ്പിക്സിലായിരുന്നു. അറ്റ്ലാന്റ ഒളിമ്പിക്സിലായിരുന്നു 96 ലിയാൻഡർ പേസ് ഈ നേട്ടം നേടിയത്. എന്തായിരുന്നു ചോദ്യം? ടെന്നീസിൽ
ഒരു വ്യക്തിഗത മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ ലിയാൻഡർ പേസ്. അദ്ദേഹത്തിന് അന്ന് കിട്ടിയ മെഡൽ ബ്രോൺസ് മെഡലായിരുന്നു. ഇനി ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ്, ചോദ്യം ശ്രദ്ധിക്കണം, ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ്. 1960 റോം ഒളിമ്പിക്സ്, റോം ഇറ്റലി ഒളിമ്പിക്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നേട്ടം. ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ഫസ്റ്റ് ഇന്ത്യൻ മിൽഖ സിംഗ് 1960 ഒളിമ്പിക്സ്, മീൻസ് റോം ഒളിമ്പിക്സ്. ഈ മിൽഖ സിംഗിനെയാണ് പറക്കും സിംഗ് എന്ന് അറിയപ്പെടുന്നത്. മിൽഖ സിംഗിനെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം എന്നറിയപ്പെടുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നേട്ടം 8 സ്വർണം, 1 സിൽവർ, 4 ബ്രോൺസ്. അപ്പോൾ ഒളിമ്പിക്സ് 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ നേടിയ നേട്ടം 8 സ്വർണം, 1 സിൽവർ, 4 ബ്രോൺസ്. ഇന്ത്യൻ ഹോക്കി ടീമിന് അവസാനമായിട്ട് സ്വർണം ലഭിച്ചത് 1980 ആദ്യമായിട്ട് ലഭിച്ചത് 1928. ഇന്ത്യൻ ഹോക്കി ടീമിന് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് 1928. എന്നാൽ ഇന്ത്യൻ ഹോക്കി ടീമിന് അവസാനമായി സ്വർണ്ണ മെഡൽ ലഭിച്ചത് 1980. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡലാണ്, പുരുഷ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. എന്നാൽ 8 സ്വർണ്ണ മെഡൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം നേടിയിട്ടുണ്ടെങ്കിൽ, 1 സിൽവറും പ്ലസ് 4 ബ്രോൺസും നേടിയിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ ലഭിച്ചത് 1928, അവസാനമായിട്ട് 1980. ഇനി മറ്റൊരു ചോദ്യം, ഒളിമ്പിക്സ് ടെന്നീസിൽ ആദ്യമായി മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ ലിയാൻഡർ പേസ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്, അറ്റ്ലാന്റ US, നേടിയ നേട്ടം ബ്രോൺസ് മെഡൽ. ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ഫസ്റ്റ് ഇന്ത്യൻ മിൽഖ സിംഗ്. 1960 റോം ഒളിമ്പിക്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം. ഇന്ത്യയുടെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം കൂടിയാണ് മിൽഖ സിംഗ്. ഇനി ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ഫസ്റ്റ് ഇന്ത്യൻ വനിത PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ്, മീൻസ് US, ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു PT ഉഷയുടെ നേട്ടം. അപ്പോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ഫസ്റ്റ് ഇന്ത്യനാണ് മിൽഖ സിംഗ്. മിൽഖ സിംഗ്, അദ്ദേഹം അറിയപ്പെടുന്ന വിളിപ്പേരെന്താ? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. എന്നാൽ ഒളിമ്പിക് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ഫസ്റ്റ് ഇന്ത്യൻ വനിത PT ഉഷ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. ഇനി അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഫസ്റ്റ് ഇന്ത്യൻ നീരജ് ചോപ്ര. ഒളിമ്പിക് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഫസ്റ്റ് ഇന്ത്യൻ നീരജ് ചോപ്ര. അദ്ദേഹത്തിന് ഈ പുരസ്കാരം, ഇദ്ദേഹത്തിൻ്റെ നേട്ടം 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇദ്ദേഹത്തിൻ്റെ നേട്ടം ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ. ഇദ്ദേഹത്തിനാണ് 2018 അർജുന പുരസ്കാരം ലഭിച്ചു. 2021 ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു. 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഒളിമ്പിക് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഫസ്റ്റ് ഇന്ത്യൻ നീരജ് ചോപ്ര. 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ നേട്ടം. നീരജ് ചോപ്രയ്ക്ക് അർജുന പുരസ്കാരം ലഭിച്ചത് 2018. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് 2021. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 2022. ഇനി മറ്റൊരു ചോദ്യം, ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ ആദ്യമായി ഒരു മെഡൽ നേടിയ ഇന്ത്യൻ സൈന നെഹ്വാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സിലായിരുന്നു സൈന നെഹ്വാളിൻ്റെ ഈ നേട്ടം. ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ ആദ്യമായി ഒരു മെഡൽ നേടിയ ഫസ്റ്റ് ഇന്ത്യൻ സൈന നെഹ്വാൾ എന്ന് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ലഭിച്ചത് ബ്രോൺസ് മെഡൽ.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ചില നേട്ടങ്ങളെക്കുറിച്ചാണ്. വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ അറിവുകൾക്കായി ഈസ് ആപ്പ് ഫോളോ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.